ഹായ് ഓൾ. LDC വേരിയസിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും സംശയമാണ് SCRT മാത്രം പഠിച്ചാൽ മതിയോ, റാങ്ക് ഫെയിൽ പഠിക്കണം? ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇത്രത്തോളം റാങ്ക് ഫെയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. LDC വേരിയസ് പോലുള്ള ഒരു പരീക്ഷയിൽ SCRTയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന കൺക്ലൂഷൻ എന്താണ്, ഒപ്പം തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ LDCക്ക് ഫോളോ ചെയ്ത സ്റ്റഡി പ്ലാനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഫാക്റ്റ് എന്താണ്. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ സ്റ്റഡി പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫസ്റ്റ് പാർട്ടായി കണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വാച്ച് ചെയ്യുക. ദെൻ നമുക്കറിയാം, ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും റാങ്ക് ഫെയിലിനെ ഡിപ്പെൻഡ് ചെയ്താണ് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് കാരണം അവർ ഫോളോ ചെയ്തതിന് കൺവെൻഷണൽ മെത്തേഡ്സ് ആണ്. ബിക്കോസ് നമ്മളൊരു പരീക്ഷ PSC പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനൊരു റാങ്ക് ഫെയിൽ ഇറങ്ങും. സോ ആ റാങ്ക് ഫെയിൽ പഠിക്കുന്നു, നമ്മൾ പോകുന്നു, പരീക്ഷ എഴുതുന്നു. ഇതായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്ന മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാങ്ക് ഫെയിൽ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിലൊരു പുതിയ കവർ പേജ് വിട്ട് പുതിയ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് അവരിറക്കുന്നു, നമ്മളത് പിന്നെയും വാങ്ങുന്നു, പിന്നെയും അത് പഠിക്കുന്നു. സോ ഈ കാര്യങ്ങൾ. പക്ഷേ റാങ്ക് ഫെയിൽ പഠിക്കുന്നത് മോശമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ ഇപ്പോഴും പഴയ പാറ്റേൺ ഫോളോ ചെയ്യുന്ന റാങ്ക് ഫെയിൽസ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഓഫ് കേരള ഫസ്റ്റ് ആര്, സെക്കൻഡ് ആര്, തേർഡ് ആര്, ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ഒക്കെ PSC വിട്ടിട്ട് കാലങ്ങളായി. എന്നാലും റാങ്ക് ഫെയിൽ പേജുകൾ കൂട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പല റാങ്ക് ഫെയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആകെ കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള 100 പേജ് ആണെങ്കിൽ 1000 പേജിൻ്റെ റാങ്ക് ഫെയിൽ തന്നു കഴിഞ്ഞാൽ 900 പേജ് പഠിക്കുന്നത് നഷ്ടമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്ക് നമുക്കുണ്ടായിരിക്കണം. പലരും LDC വേരിയസ് 2021 ചെയ്തൊരു മിസ്റ്റേക്കും കൂടെ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളിക്കാരി കൺവെൻഷനലി PSC പഠിക്കുന്ന ഒരാളാണ്. ഒത്തിരി നാളെ PSCയിൽ നല്ല എഫോർട്ട് ഇട്ട് പഠിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ അതിന് മുമ്പുള്ള പരീക്ഷയിൽ എനിക്കൊന്ന് പ്രിലിംസ് പരീക്ഷയിൽ ഏകദേശം 3 വട്ടം SCRT റിവിഷൻ ചെയ്ത ഒരാളാണ്. 3 വട്ടം പഠിച്ചതല്ല, ഒപ്പം തന്നെ 3 വട്ടം റിവിഷൻ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി കൂടെയാണ്. എന്നാൽ LDC മെയിൻസ് വന്നപ്പോഴത്തേക്ക്, LDC പ്രിലിംസിന് അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു. എന്നാൽ LDC മെയിൻസ് വന്നപ്പോഴത്തേക്ക് ഓൺലൈൻ സോഴ്സസിൽ നിന്നൊക്കെ ഒത്തിരി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ പലരും ഇപ്പോൾ അന്ന് ഫോളോ ചെയ്തിരുന്ന ഒരു മെറ്റീരിയൽ, ഞാൻ പേരെടുത്തൊന്നും എടുത്ത് പറയുന്നില്ല, എന്തോ അതിൽ ഒരുപാട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നോട്ട്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ SCRT പഠിക്കാനുള്ള സമയമേ കിട്ടാറില്ല. അങ്ങനെ SCRT അവസാന നിമിഷം വരെയും SCRT കവർ ചെയ്യുന്നില്ല. അപ്പോൾ SCRTനെ കുറിച്ചുള്ള പുള്ളിക്കാരിക്കുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ SCRT മുമ്പ് വായിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി പുതിയ നോളജ് അക്യൂർ ചെയ്യാം, ആ ഒരു രീതിയിലായിരുന്നു ആ പഠിത്തം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം നേടാൻ സാധിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച മെറ്റീരിയൽ നമ്മൾ പിന്നെയും റിവിഷൻ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. വെറുതെ വേഗമായിട്ട് നമ്മൾ പഠിച്ച് നമ്മളെ സമയം കളയുന്നത് മണ്ടത്തരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനൊരു റാങ്ക് ഫെയിൽ സജസ്റ്റ് ചെയ്യത്തില്ല. ദെൻ ഇനി ചില ഫാക്ട്സുകൾ, ഇപ്പോൾ SCRT നമ്മൾ എടുത്തു കഴിഞ്ഞാൽ SCRT നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പോയിന്റ്സ്, അതായത് ചില നമ്മൾ സിലബസിൽ പറയുന്ന കേരള ഗവേണൻസ് ആക്ട്സ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, SCRT നമുക്ക് പൂർണ്ണമായും കവർ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് നമ്മളൊരു ഓൺലൈൻ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ റാങ്ക് ഫെയിൽ അത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പഴയ റാങ്ക് ഫെയിൽസ് ഫോളോ ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സുകളോ അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ പോലുള്ള മെറ്റീരിയൽസ് ഫോളോ ചെയ്യുന്നതും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി SCRTനെ സംബന്ധിച്ചിടത്തോളം, SCRTയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 50 മുതൽ 60 വരെയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് എല്ലാം ഫുൾ പഠിച്ചിട്ട് ആരും വന്ന് പരീക്ഷ എഴുതി റാങ്ക് മേടിച്ച് പോകുന്നില്ല. ഈ വന്നവരെല്ലാം അവർ പഠിച്ച മെറ്റീരിയൽസിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ എഴുതി തന്നെയാണ് എന്ത് ചെയ്തത്, റാങ്ക് മേടിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാ ഫാക്ട്സും പഠിച്ച് എഴുതിയവരല്ല റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും ഒരു 100 മാർക്ക് മേടിച്ചിട്ട് പോയേനെ. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നടന്ന 10th മെയിൻസ് ആയിക്കോട്ടെ, LDC വേരിയസിൻ്റെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ SCRT ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൂടുതലും ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ പേജുള്ള SCRT പഠിച്ചു തീർത്ത് ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമ്മുടെ ടൈം ഏകദേശം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം രീതിയിലുള്ള പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ SCRT പഠിക്കാൻ വളരെ
ഇപ്പോൾ റാങ്ക് ഫയൽ ഫോളോ ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയായി ഫോളോ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ബിക്കോസ് SCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമല്ല, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് പഠിക്കാൻ പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പരാജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ പഠന രീതിയുടെ മിസ്റ്റേക്കാണ്. സോ അതിനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക്കായി കാണാതെ അത് വളരെ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കണ്ട് ആ രീതിയിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഇനി ഈവൻ വെൻ ചിലർക്ക് SCERT ടെക്സ്റ്റുകൾ വായിക്കുന്ന ബുദ്ധിമുട്ടാണ്, അത്തരത്തിലുള്ളവർക്ക് ഷോർട്ട് നോട്ട്സ് ഫോളോ ചെയ്യും. പക്ഷേ ഞാൻ ഷോർട്ട് ബുക്സുകൾ, അതായത് ഇപ്പോൾ നല്ല അക്കാഡമീസിൻ്റെയൊക്കെ നല്ല SCERT ഷോർട്ട് ബുക്സുകളുണ്ട്. പക്ഷേ അത് സെലക്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ബിക്കോസ് SCERTയിലെ എല്ലാ പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു ബുക്സ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് SCERTയിലെ പോയിന്റ്സ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു ഈ പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റ് പഠിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഈവൻ വെൻ SCERTയിലെ ഒരു പോയിന്റ് പോലും മറന്നു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രിഫറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എത്രത്തോളം മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല കാര്യം. നമ്മളത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കുന്നുള്ളത് പോലെയാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈവൻ വെൻ SCERT ആണ് നമ്മുടെ വെപ്പൺ എന്ന് മനസ്സിലാക്കിയാൽ പോലും അതെങ്ങനെ മേക്ക് യൂസ് ചെയ്യാം എന്നറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ അത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി റിവിഷൻ ചെയ്ത് ആ പഠിച്ച കാര്യങ്ങൾ എക്സാമായി പ്രാക്ടീസ് ചെയ്ത് വേണം എക്സാമിനെ നേരിടാൻ. അതുകൊണ്ട് മാക്സിമം SCERT കവർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ഒത്തിരി സോഴ്സിൽ നിന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ LDC വേരിയസിനെ സംബന്ധിച്ച് ടെലഗ്രാം ചാനലുകളിൽ, അല്ലാതെ തന്നെ ഷോപ്പുകളിലൊക്കെ ബുക്സുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. സോ അത് ഫോളോ ചെയ്യുക. ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ SCERT ചാപ്റ്റർ വൈസ്, അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു ടെസ്റ്റും, ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കമ്പൈൻ ടെസ്റ്റ്, അങ്ങനെ 66 SCERT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സിലബസിലെ ഓരോ ടോപ്പിക്കിൽ നിന്ന് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ 22 എണ്ണം കൊടുക്കുന്നുണ്ട്. ദെൻ കഴിഞ്ഞ തവണത്തെ LDC വേരിയസിൻ്റെ മാതൃകയിൽ പ്രിപ്പയർ ചെയ്ത 5 ഫുൾ ടെസ്റ്റുകൾ, ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ടെസ്റ്റ് സീരീസ് LDC വേരിയസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ ടെസ്റ്റ് സീരീസ് എടുത്ത് നിങ്ങളുടെ റിവിഷൻ വളരെ എഫക്റ്റീവ് ആക്കുക. ബിക്കോസ് റിവിഷൻ ഇല്ലാതെ നമ്മളൊരു എക്സാമിനെ നേരിട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴായിരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകും. പക്ഷേ ക്വസ്റ്റ്യൻ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് ഉറപ്പാണ് ഇതാണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത്. ബിക്കോസ് അവർ ക്വസ്റ്റ്യനിലൂടെ പിന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. ആ തെറ്റും ശരിയും അവർ പിന്നെയും ആൻസർ കീ ചെക്ക് ചെയ്യുമ്പോൾ ഉറപ്പ് വരുത്തുകയാണ്. അങ്ങനെയാണ് ആ ഒരു പഠന രീതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പഠിക്കുന്നവർക്ക് എന്താവില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അവർക്ക് പെട്ടെന്ന് ഒരു കാര്യം പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അവർ ആ ക്വസ്റ്റ്യൻ തന്നെ മുമ്പ് കണ്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് മാക്സിമം എക്സാമിനുപരി അതൊരു റിവിഷൻ ടാക്ടിക്സ് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് PC. താങ്ക് യു ഓൾ.